യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. ഫെമിനിസ്റ്റുകൾക്ക് ടോണില്ല, എമ്പതിയില്ല, സിമ്പതിയില്ല, അവർ ഫീൽ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ വാദം ശരിയല്ല. അവർ കൂടുതൽ ഫീൽ ചെയ്യുന്നതും കൂടുതൽ വേദനിക്കുന്നതും കൊണ്ടാണ് കൂടുതൽ ആങ്കർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അവൾ കൊലയാളി എന്തെല്ലോ ഇവർ ഇങ്ങനെ വിളിക്കാൻ ഇവരൊക്കെ ആരാ? ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ആർക്ക് കണ്ടാലും മനസ്സിലാവാൻ തട്ടുന്നുണ്ട്, അത് യാതൊരു സംശയമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറയാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ, അതായത് കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ഇട്ട ഷിംജിതയുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സന്തോഷത്തോടെ ഈ വീഡിയോ എടുക്കുന്നതെന്ന്. പക്ഷേ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന അതിനേക്കാൾ സന്തോഷത്തോടെ കാരണം ആ വീഡിയോയ്ക്കകത്ത് ഷിംജിത അറസ്റ്റ് ചെയ്ത സമയത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഷിംജിതയുടെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. കഴിഞ്ഞ ഷിംജിതയുടെ വീഡിയോ ഇട്ടപ്പോഴേ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. കുറേ പേര് ഷിംജിത സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്, കുറേ ചേച്ചിമാരും ഇറങ്ങിയിട്ടുണ്ട്, കുറേ അണ്ണന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ റിയാക്ട് ചെയ്യണം ബ്രോ എന്ന് പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് ജാമ്യത്തിൻ്റെ ഈ ഒരു സംഭവം കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാം. എന്തായാലും പുള്ളിക്കാരുടെ ജാമ്യം കളഞ്ഞിട്ടുണ്ട്. കോടതിയെടുത്തുള്ള ബഹുമാനമൊക്കെ ആൾക്കാർക്ക് കൂടാൻ കാരണമായിട്ടുള്ള മെയിനായിട്ടൊരു സംഭവമായിരുന്നു ഈ പുള്ളിക്കാരുടെ ജാമ്യം നിശ്ചയിച്ചെന്ന് പറഞ്ഞപ്പോൾ. സാധാരണ മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും കോടതിയായിട്ടൊരു ബഹുമാനം തോന്നിക്കാണും ആ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ. അഭിപ്രായത്തിൽ ഷിംജിത നിങ്ങളൊരു 4-5 വർഷമെങ്കിലും ആ ജയിലിൽ കിടന്ന് ചപ്പാത്തിയും തിന്ന് കുറെ അടിയും മേടിച്ച് അവിടെ കിടക്കണം. എന്നാലും പുള്ളിക്കാരുടെ ജാമ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ വാർത്ത ഒന്ന് കാണിച്ചു തരാം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. എന്തായാലും ആ വാർത്ത നിങ്ങളൊക്കെ കേട്ടല്ലോ. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ, എന്തായാലും ചേച്ചിയുടെ ഒരു കേസ് ഒരു ഭാഗത്തേക്ക് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ചേച്ചി ആ ദീപക്കിനെതിരെ കൊടുത്ത കേസ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോഴും ചേച്ചി ഉറച്ചിരിക്കുന്ന ഒരു സംഭവം, പുള്ളിക്കാരൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നവരെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർക്കറിയാം, എന്നെ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. ചേച്ചി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ചേച്ചി ഉദ്ദേശിക്കുന്ന ചേച്ചിയുടെ ആരെങ്കിലും പോയിട്ട് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ആൾക്കാരെ പറഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞാൽ ചേച്ചിയുടെ അതായത് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ ആ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമല്ലോ. അതായിരിക്കണം ചേച്ചി ഇപ്പോൾ ഉദ്ദേശിച്ച് പോലീസുകാരുടെ അടുത്ത് ഇത് തന്നെ മൊഴി തന്നെ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ആ വാർത്ത ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഷിംജിതയുടെ സഹോദരൻ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട്. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ മേലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നുള്ളതാണ്. അവർ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ, അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനുള്ള, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് കോടതിയെ പോലീസ് റിപ്പോർട്ടായി അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയുണ്ട്. അതായത് ആ യുവതിയോടാണ് ആദ്യം ദീപക് അധിക്ഷേപം കാണിച്ചത് എന്നായിരുന്നു ഈ പെൺകുട്ടി തന്റെ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത്. അവർ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അവരെ അടക്കം ഒരുപക്ഷെ ഈ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ പ്രതിക്കെതിരെ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കസ്റ്റഡി ലഭിച്ച ശേഷം അതീവ രഹസ്യമായിട്ടായിരിക്കും തുടർ നടപടികൾ. നമുക്കറിയാം വലിയ ജനരോഷം പോലീസ് ഭയക്കുന്നുണ്ട്. ഈ പ്രതിയെ വടകരയിൽ നിന്ന് പിടികൂടിയ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. കോടതിയും പോലീസും പറഞ്ഞിട്ടുള്ളത് 100% ശരിയാണ്. ചേച്ചി വെളിയിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ആ ചേച്ചിയെ സ്വാധീനിക്കാൻ 100% സാധ്യത കൂടുതലാണ്. കാരണം റീച്ചിന് വേണ്ടി ഒരു പുള്ളിക്കാരന്റെ ജീവൻ കളഞ്ഞ ഈ ചേച്ചിയാണോ പിന്നെ ഇങ്ങനെയുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി പാട്. അതിനുവേണ്ടിയുള്ള നല്ല മനസ്സൊന്നും ചേച്ചി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ആ മരിച്ചുപോയ ആ ദീപക്കിനെങ്കിലും പുള്ളിക്കാരി ഒന്ന് വെറുതെ വിട്ടാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ കുറിച്ച് ചേച്ചി പറഞ്ഞു നടക്കുന്നത് അത് റിയൽ ആയിരുന്നു, ഞാൻ റീച്ചിന് വേണ്ടി ചെയ്തതല്ല, എന്തായാലും പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് അന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു, എന്നിട്ട് ഞാനത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇപ്പോഴും ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും സാധാരണ ഒരു മലയാളി ആയവർക്കോ അല്ലാതുള്ളവർക്കോ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ചേച്ചി സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. കാരണം അത് എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് ആ കേസ് എന്തെങ്കിലും ഇളവ് കിട്ടിയാലോ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ചേച്ചി ചെയ്ത്. എന്തായാലും ഇത് പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു സംഭവം കാണിച്ചത്, സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ കൂടെ പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും ഒരു ന്യൂസ് ചാനലിലോട്ട് ഈ പുള്ളിക്കാരുടെ കൂടെ യാത്ര ചെയ്ത വേറൊരു ചേച്ചി, അതായത് ഈ ചേച്ചിക്കെതിരെ കേസ് കൊടുത്തല്ലോ, പുള്ളിക്കാരുടെ ഫേസ് സോഷ്യൽ മീഡിയ കാണിച്ചെന്ന് പറഞ്ഞ് ആ ചേച്ചി ഒരു ന്യൂസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിയുടെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ട് ആ ചാറ്റ് ഞാൻ സൈഡിൽ കാണിക്കാം. എന്തായാലും ആ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ചേച്ചി ആ കേസ് കൊടുക്കുന്ന ആ ഷിംജിതക്കെതിരെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോ, ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ട്. ഇനി കേസിന്റെ അന്വേഷണം വല്ലതും വരുവാണെങ്കിൽ ഞാൻ നടന്നതൊക്കെ പറയാൻ റെഡിയാണ്. പബ്ലിസിറ്റി ആക്കുന്നതിൽ പ്രോബ്ലം ഉണ്ട്, വേറൊന്നും വിചാരിക്കല്ലേ. അപ്പൊ ആ ന്യൂസ് ചാനൽ തിരിച്ചു വെച്ചിട്ടുണ്ട്, കേസ് നമ്പർ കിട്ടുമോ? അപ്പൊ ചേച്ചി തിരിച്ചയച്ചിട്ടുണ്ട്, ആ തരാം, പബ്ലിസിറ്റി ആക്കരുത്, എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതാണ് ടെസ്റ്റ് ചെയ്യുന്നു, ലീഗൽ കാര്യങ്ങൾക്ക് മാത്രമേ എടുക്കാവൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചാറ്റും വെളിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചേച്ചി കാരണം ദീപക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്, ആ ബസ്സിലുള്ളവർ പലവർക്കും ഉണ്ടായി കാണും. പക്ഷെ അതൊന്നും ആരും വെളി പറയാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ചേച്ചി പുറത്ത് വന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ചേച്ചിക്കും ഇതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് ഈ ചേച്ചിയുടെ കയ്യിൽ. പക്ഷെ ചേച്ചി പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടന്നത് പുള്ളിക്കാരൻ ആരെയൊക്കെ ശല്യം ചെയ്ത് എന്നിട്ട് അത് കണ്ടിട്ടായി ചേച്ചി വീഡിയോ എടുത്തതെന്ന്. പക്ഷെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഈ ചേച്ചി വീഡിയോ എടുത്തതാ പ്രശ്നമായത്.
അവരുടെ ഒന്ന് മോഹം സോഷ്യൽ മീഡിയ കാണിക്കുന്ന അവർക്ക് ഇഷ്ടമല്ലേ. അതായത് ചേച്ചി വീഡിയോ എടുത്തത് മാത്രമേ അവർക്ക് കുഴപ്പമുള്ളൂ. ആ പുള്ളിക്കാരനെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നുണ്ട്. അതായത് ഒരാളെ പറ്റി കുറേ ചേച്ചിമാർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാന്ന് നമുക്ക് സമ്മതിക്കാം. കാരണം ഒരാളുടെ അടുത്ത് നിന്ന് കുറേ പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റാന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെ റിയാക്ട് ചെയ്യുമ്പോൾ പല പ്രാവശ്യം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വന്നപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതേ കുട്ടിയുള്ളൂ. പക്ഷേ ഈ ചേച്ചിയുടെ സംഭവം എന്ന് പറയുമ്പോൾ അവിടെ ആ ബസ്സിയുള്ള ആരും ആ പുള്ളിക്കാരനെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഈ ചേച്ചി മാത്രമേ ആ ബസ്സിൽ നിന്നത് ആ പുള്ളിക്കാരനെതിരെ പരാതി കൊടുത്തിട്ടുള്ളൂ. പരാതി കൊടുത്തിട്ടില്ലായിരുന്നു. ആദ്യം വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്ത് പിന്നെ ഈ കേസായെന്ന് അറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനെതിരെ പരാതി കൊടുത്ത്. ഇത്രയും സംഭവങ്ങൾ നിലനിൽക്കുകയും ഈ ചേച്ചിയാണെങ്കിൽ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദീപക് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ മരിച്ചു കഴിഞ്ഞ് പോലും ചേച്ചി സമാധാനം കൊടുക്കുന്നില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വന്നിട്ടുള്ളത്. അതായത് ചേച്ചിയെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അങ്ങനെ പറഞ്ഞ് കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായി ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും. എന്നിട്ട് പക്ഷെ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ ചെകുത്താൻ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ, ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് ഒരിക്കലും വിളിക്കത്തില്ല, ആൾക്കാർ വിളിച്ചുണ്ടാക്കുന്നേ. എന്തായാലും അങ്ങാരിപ്പോൾ സപ്പോർട്ട് വേണ്ടി ചേച്ചിയുടെ വന്നിട്ടുണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എനിക്കതാ മനസ്സിലാവാത്ത കുറേ ചേച്ചിമാർ പോലും ആ ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് അവർക്ക് അറിയാം എന്തോ സംഭവം, അതായത് എന്തോ ശരിയായിട്ടുള്ള കാര്യമെന്ന് അവർക്കറിയാം. അവർ ശരിയുടെ കൂടെ നിൽക്കുന്നു. കുറേ ചേച്ചിമാർ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചേച്ചിമാർ തെറ്റിൻ്റെ കൂടെ നിൽക്കുന്നു. ഈ പുള്ളിക്കാരൻ എന്തിനാണ് ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ വരെ ദീപക്കിൻ്റെ സൈഡിലാണ് ശരിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഈ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഷിംജിത എന്ന് പറയുന്ന പെൺകുച്ച് പറയുന്നത് ഒന്നും കേൾക്കാത്തൊരു ഒരു പ്രത്യേക നടപടി പോലെയാണ് തോന്നിയത്. അവൾ എന്തിനു വീഡിയോ എടുത്തു, അതുപോലെ തന്നെ ഈ വീഡിയോ വിഷ്വൽ കണ്ടിട്ട് എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല, വൈറലാവാൻ ചെയ്തതാണ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലെ മനഃപൂർവ്വം അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ ആത്മഹത്യ പ്രേരണ എന്ന രീതിയിൽ മാത്രം ഇങ്ങനെ കാണുന്ന എന്താ? ഇത് സർവ്വസാധാരണമായിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ ഈ വീഡിയോ എടുപ്പും പബ്ലിഷ് ചെയ്യലൊക്കെ. പിന്നെ ഇതിനു മുമ്പ് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ വേറൊരു പെൺകുട്ടിയുടെ ശരീരഭാഗത്ത് ഇയാൾ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ ഡിസ്കംഫർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഈ ഷിംജിത വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ചോദ്യം പോലും ചോദിക്കാത്തത് എന്താണ് പോലീസ്? ഇവൾ വൈറലാവാൻ എടുത്താലെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? പിന്നെ ഈ ചെകുത്ത എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. നാളെ ഒരു സമയം ഈ പുള്ളിക്കാരനും ആ ബസ്സിൽ കയറിയിട്ട് ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ട് പുള്ളിക്കാരി വീഡിയോ പിടിച്ച് ഈ പുള്ളിക്കാരനെ നാറ്റിച്ച് പോയി കേസും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുമോ ആ ചേച്ചി ചെയ്തത് ശരിയാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, എനിക്കെതിരെ കേസ് എടുത്തോളൂ എന്ന് ഈ പുള്ളിക്കാരൻ പറയുമോ? എനിക്കൊരിക്കലും തോന്നില്ല പുള്ളിക്കാരൻ കുറ്റം സമ്മതിച്ച് അകത്ത് പോകുന്നു. ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. ചുമ്മാ കയറി അവിടെ കയറി ആ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം പുള്ളിക്കാരനില്ല. പിന്നെ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തെറ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് എപ്പോഴും വീഡിയോ ചെയ്യുന്ന ഒരുത്തനും അവർക്കും വരും ഇതേപോലുള്ളൊരു അനുഭവം. അന്നേരം അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം നമുക്ക് കാണേണ്ടത്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം റിയാക്ഷൻ ചാനൽ എന്ന് പറയുന്നത് ഒരാൾ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചാനലില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് റീച്ച് ഉണ്ടാക്കാനും ആണുങ്ങളെ ശല്യപ്പെടുത്താനും വരുന്ന പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് കുറേ ബസ്സിൻ്റെ സൈഡിൽ എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ താഴെ തന്നെ എഴുതി വെക്കണം, വായി നോക്കാനും പെണ്ണുങ്ങളെ കാണാനും വരുന്നവന്മാർക്ക് പ്രവേശനമില്ലെന്ന്. എന്തായാലും ഈ ചെകുത്ത എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് ഇഷ്ടംപോലെ വീഡിയോ മിനിറ്റിന് വെച്ചിടുന്നുണ്ട്. കാരണം വെറൈറ്റി തപ്പി ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെല്ലുന്നത് അങ്ങോട്ടായിരിക്കും. കാരണം എല്ലാവരും ഷിംജിത തെറ്റ് പറഞ്ഞും കുറ്റം പറഞ്ഞും വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ ആ ചേച്ചി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടൊരു അട്രാക്ഷൻ തോന്നും. അതിനുവേണ്ടി ആയിരിക്കും. എന്തായാലും ഞാൻ ആ വീഡിയോ താഴെ നിന്ന് കാണിക്കാം. അപ്ലോഡ് ചെയ്തതുകൊണ്ട് മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെ കമന്റ്സ് നമുക്ക് കേൾക്കേണ്ടി വരും. ഇതുവരെ ഒരു മീഡിയയും ഒരിടത്തും ഒരു സൈക്കാട്രിസ്റ്റിന്റെ കമന്റ് ഞാൻ കേട്ടില്ല. ഒരു സൈക്കോളജിസ്റ്റെങ്കിലും കമന്റ് പറയുക നല്ലതാണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ദീപകിൻ്റെ സ്ഥാനത്ത് ഈ പുള്ളിക്കാരനായിരുന്നെങ്കിൽ, അതായത് ഈ പുള്ളിക്കാരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ബസ്സിൽ നിന്നത് പുള്ളിക്കാരനായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സംഭവം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വിശ്വസിക്കത്തില്ലായിരുന്നു. അത് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കത്തുള്ളായിരുന്നുള്ളൂ. അങ്ങനെയാണെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അതൊരാൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവുന്ന ഒരു സംഭവം എന്ന് പറയുമ്പം അയാൾ ചെയ്യാത്തൊരു സംഭവം ചെയ്തെന്ന് പറയുമ്പോൾ അത് ഇത്രയും വലിയൊരു കേസ് അങ്ങനെ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴായിരിക്കും ഈ സംഭവം അറിയുന്നത് തന്നെ. ഇവരാണെങ്കിൽ ഇങ്ങനെ റീച്ചിന് വേണ്ടി പുള്ളിക്കാരനെ നാറ്റിച്ച് വീഡിയോ ആക്കി ഇട്ടേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും കൊള്ളും. പുള്ളിക്കാരനെ കുറേ പേര് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും പുള്ളിക്കാരൻ്റെ മനസ്സിൽ തോന്നിക്കാണും. 1-2 പേരെങ്കിലും പുള്ളിക്കാരനെ കുറിച്ച് തെറ്റായിട്ട് വിചാരിച്ച് കാണത്തില്ലയോ എന്ന്. ആ ഒരു സംഭവമായിരിക്കും പുള്ളിക്കാരനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ തന്നെ തോന്നിയത്. അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ കൂട്ടുള്ള കുറേ പേര് പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് നാറ്റിക്കുന്നത് വളരെയധികം ഒരു പന്നൊരു സംഭവം തന്നെ. അതിനെ ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ ഇവർ വന്നിടുന്ന ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ടിൽ പുള്ളിക്കാരനായിട്ട് നാറ്റിക്കുന്നത്. എന്തായാലും നിങ്ങളും ആ പുള്ളിക്കാരൻ്റെ അതേ അവസ്ഥയിൽ വരുമ്പോഴേ അതിന് ആ പുള്ളിക്കാരൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എനിക്കത്രേ പറയാനുള്ളൂ. എന്തായാലും പുള്ളിക്കാരിക്ക് ഇനി വരുന്ന വഴിയിൽ എന്തൊക്കെ ശിക്ഷ വരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. നമുക്ക് എന്തായാലും ആ ഒരു സംഭവം അറിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ ചെയ്യാം. എന്തായാലും
അതുവരെ എല്ലാവർക്കും ബൈ. എന്തായാലും എനിക്ക് ഇത്രയും പറയണമെന്നുള്ളത്, കാരണം കുറേ പേര് ആ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് പിന്നെയും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ചാറ്റ.